നമസ്കാരം, ഞാൻ മിനി രവീന്ദ്രൻ. ആർക്സ് മീഡിയയുടെ മിഞ്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ അടുത്ത് വരാണല്ലോ. നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം വലിയ സുഖമില്ലാന്നറിയാം, കൊറോണ പ്രശ്നങ്ങളൊക്കെ കാരണം. എന്നാലും നമ്മുടെ ഉണ്ണിയോൾ നമ്മുടെ അടുത്തുള്ളതുകൊണ്ട് നമുക്ക് അവർക്ക് പായസം വെച്ച് കൊടുക്കാണ്ട് എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ട് 3 തരം പായസം പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്നത് ആണ് നമ്മളിന്നിവിടെ വീഡിയോയിൽ ചെയ്യുന്നത്. 1 പഴം പ്രഥമൻ, 2 കാരമലൈസ്ഡ് ചെയ്തിട്ടുള്ള സേമിയ പായസം, 3 കരിക്കു പായസവും. നമുക്ക് ആദ്യം പഴം പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിലേക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രം വെക്കുക. പായസങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉരുളിയാണ് നല്ലത്. പക്ഷേ കുറച്ച് പായസമല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രം എടുത്തേക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 നേന്ത്രപ്പഴം ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നുറുക്കി വെച്ച പഴം ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ടാവും. നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലോണം ഉടച്ചു കൊടുക്കുക സ്പൂൺ കൊണ്ട്. എന്നിട്ട് അതിലേക്ക് ശർക്കര ഉരുക്കിയത് അളവ് ഞാൻ പറയണില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ 1 കിലോ ശർക്കര എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കുക. അതിൽ നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് നേരം കൂടി ഒന്ന് നമുക്കിതിൽ കിടന്ന് അത് വേവട്ടെ. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. പഴം ശർക്കരയായിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 നാളികേരത്തിൻ്റെ 3/4 പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ആ പായസത്തിൻ്റെ അളവിലേക്ക് 1 നാളികേരത്തിൻ്റെ 3/4 പാല് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്നുകൂടി അടച്ചു വയ്ക്കാം. നന്നായിട്ട് മിക്സായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2/4 പാല് എടുത്ത് വെച്ചേക്കണ 2/4 പാല് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. അതിലേക്ക് 1 നുള്ള് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും ഒന്ന് തിള വന്നിട്ട് നോക്കാം. ഇതിലേക്ക് 1/4 പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊഴിച്ച് കഴിഞ്ഞിട്ട് അധികം വല്ലാതെ ഇങ്ങനെ തിളയ്ക്കണ്ട, ജസ്റ്റ് തിള വന്നാൽ മതി. അപ്പോൾ അതിന് മുമ്പായിട്ട് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മൂപ്പിച്ചിടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ പാത്രം വെച്ചു. അതിലേക്ക് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് കുറച്ച് നാളികേര കൊത്ത് വറുത്തിടാൻ വേണ്ടിയിട്ട് അതിട്ട് മൂപ്പിക്കുക. 1 നുള്ള് നല്ല ജീരകം പൊടിച്ചത് അതും കൂടി ഇടുക. ഇളക്കി കൊടുക്കുക. ചിലർ ചുക്കുപൊടിയൊക്കെ ഇടും, പക്ഷെ ഇവിടെ ചിലപ്പോൾ ഇഷ്ടമില്ല, അതുകൊണ്ട് അത് ഇടുന്നില്ല. എൻ്റെ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് പായസമാണ് പഴപ്രഥമൻ. നാളികേരക്കൊത്ത് നല്ലോണം മൂക്കണം. ഇതിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, കഴിഞ്ഞിട്ടൊക്കെ പൊട്ടിത്തെറിക്കാണ്ട് നോക്കിക്കോളാം. പഴപ്രഥമൻ വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മളാരും അധികം വീട്ടിലങ്ങനെ വെക്കില്ല, ഭയങ്കര പണിയാണ് വിചാരിച്ചിട്ട്. ഇത് ഇത്ര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇത് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഉടനെ തീ ഓഫ് ചെയ്തിടുക. ഇപ്പം നമ്മുടെ പഴം പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത പായസം റെഡിയാക്കാം. കാരമലൈസ്ഡ് സേമിയ പായസം. സാധാരണ സേമിയ പായസം എല്ലാവരും വെക്കാറുണ്ട്, പക്ഷേ ഇത് ഇത്തിരി കുറച്ച് വ്യത്യാസപ്പെട്ടിട്ട് അതിലേക്ക് ഇതുപോലെ തന്നെ ഒരു ചൂട് കട്ടിയുള്ള പാത്രം വയ്ക്കുക. അതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം പഞ്ചസാര കാരമലൈസ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് കാരമലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട്. അധികം ഇളക്കണ്ട. ഇതൊരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ല ബ്രൗൺ കളറായിട്ട് വരും. നോക്കാം ആവണത്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും മാറിപ്പോവരുത്. എപ്പോഴാണ് കളർ മാറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നോക്കി തന്നെ നിൽക്കണം. നല്ലോണം തിളച്ചിട്ടുണ്ട്. കുറേശ്ശെ ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. നമ്മുടെ പഞ്ചസാര നല്ല കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. കളർ ചേഞ്ചായി നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുക. നമ്മൾ മിൽക്ക് മെയ്ഡ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ കൈമേക്കൊക്കെ പൊട്ടിത്തെറിക്കും. സൂക്ഷിച്ച് ചെയ്യണം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ എല്ലാം മിൽക്ക് മെയ്ഡും
കാരമൽ സിറപ്പും നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 4 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. തിളപ്പിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഉടനെ ഒഴിക്കാതിരുന്നാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അരക്കപ്പ് സേമിയ ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്തിട്ടുള്ളതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് എടുത്താൽ മതി. ഇപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഞാൻ രണ്ടാമത് നെയ്യിൽ ആക്കണില്ല, നേരിട്ട് ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കുക. ഓൾറെഡി നമ്മളിതിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടുണ്ട്, പിന്നെ കാരമലൈസ്ഡ് പഞ്ചസാരയും ഉണ്ട്. അപ്പോൾ ഒരുവിധം മധുരം ഉണ്ടാവും. എന്നിട്ടും നോക്കിയിട്ട് ഒന്ന് തിള വന്നിട്ട് നോക്കിയതിന് ശേഷം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം, വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് മൂടി വയ്ക്കാം, തിള വരട്ടെ. എന്തായി നോക്കാം, തിളച്ച് വെന്തോ നോക്കാം. സേമിയ നല്ലോണം വെന്തിട്ടുണ്ട്. ഇവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് അടുപ്പുമ്മ പാത്രം വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി മൂപ്പിച്ചിടാം. നെയ്യ് ഒഴിക്കുക, ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി മൂപ്പിക്കുക. പായസത്തിലേക്ക് കുറച്ച് ഒരു നുള്ള് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക, 2 കരയാമ്പൂ, 1 നുള്ള് ഉപ്പ്. ഇത് മൂത്തു, ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക, ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കരിക്ക് പായസം റെഡിയാക്കാനായിട്ട് ഇതുപോലെ തന്നെ പാത്രം വയ്ക്കുക. അതിലേക്ക് ഇതും 4 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ഒന്ന് ഇളക്കുക. അതിന് ശേഷം ചവ്വരി ഇതൊരു 1/2 കപ്പ്, ഏകദേശം 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും കുതിരിടണം. എന്നിട്ടത് ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇതിട്ടാൽ കാണാൻ നല്ല രസമുണ്ടാവും, കണ്ണാടി പോലെ ഇരിക്കും ഇത് തിളച്ച് വെന്ത് വരുമ്പോൾ. അതുകൊണ്ട് ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കുക, ഇത് വെന്ത് വരട്ടെ. ചവ്വരി വെന്തോ നോക്കാം. വെന്തിട്ടുണ്ട്. ചവ്വരി ഉപയോഗിക്കണില്ലെങ്കിൽ പാല് തിളച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള പ്രോസസ്സ് ചവ്വരി ചേർക്കാതെ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ചവ്വരി ഇപ്പോൾ ഇതിൽ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ഒഴിക്കുക. മിക്സ് ചെയ്തതിന് ശേഷം 4 ഗ്ലാസ് പാലിലേക്ക് 1 കരിക്ക് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ആ കരിക്കിൻ്റെ വെള്ളം കൊണ്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം. അത് അധികം ലൂസാവാനും പാടില്ല, എന്നാൽ കറക്റ്റ് ആ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. പഞ്ചസാരയൊക്കെ കറക്റ്റില്ലേ നോക്കുക. നല്ലതുപോലെ യോജിപ്പിക്കണം. ഇതൊന്ന് ജസ്റ്റ് വേവണ വരെ ഒന്ന് മൂടി വയ്ക്കുക. കരിക്കും ചവരിയും മിൽക്ക് മേഡും പാലും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പായസം ഇത്രയേ ഉള്ളൂ വയ്ക്കൽ. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമ്മൾ ചേർക്കണം. അത് കുറച്ച് ഏലക്ക പൊടിച്ചത്, കുറച്ച് അണ്ടിപ്പരിപ്പ് മൂപ്പിക്കണ്ട, വെറുതെ ചേർത്താൽ മതി. കുറച്ച് മുന്തിരി, കുറച്ച് ബദാം, അത് ഇഷ്ടമുള്ളവർക്ക്. പിന്നെ കുറച്ച് കരിക്ക് നമ്മൾ ആദ്യം പേസ്റ്റാക്കാൻ വെച്ചേക്കണൊക്കെ മുന്നേ കുറച്ച് മാറ്റി വെച്ചിട്ട് ചെറുതായിട്ട് അരിയുക, അത് ഇട്ട് കൊടുക്കുക. പായസം കഴിക്കുമ്പോൾ ജസ്റ്റ് കടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഷ്ടമുള്ളവർക്ക് ടൂട്ടി ഫ്രൂട്ടി പല കളറുണ്ടല്ലോ, അതിപ്പോൾ നമ്മുടെ പച്ച ഉണ്ടായിരുന്നു, അത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കുക. 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പോൾ കരിക്ക് പായസം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും താങ്ക്സ്.